ലിവിങ് ടുഗദറെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുമായി ഈ അടുത്ത് ഞാൻ സംസാരിക്കേണ്ടി വന്നു. അവൻ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം വേണമെങ്കിൽ നല്ല ഒരുമയോട് കൂടി ജീവിക്കാം, വേണമെങ്കിൽ പിരിയാം, എന്നാലും ഒരു ഉത്തരവാദിത്വം അറിയേണ്ടതില്ല എന്നുള്ളതായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അവൻ ആൾറെഡി ഒരു സ്ത്രീയുമായി ഒരു പ്രത്യേക ഇഷ്ടത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയാണ്. ബെസ്റ്റീന്നോ അങ്ങനെ പല പേരുകളാണ്. അങ്ങനെ ഒരു ആശയം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ വ്യക്തിയാണ് എന്നോട് ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഞാൻ അവനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിന്റെ ഉമ്മയും ബാപ്പയും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിലോ? ആ ഒരു ചോദ്യം എൻ്റെ അടുക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അവൻ്റെ മുഖം ആകെ വിളറി. സത്യം പറയുകയാണെങ്കിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന പലരും അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ നല്ല വശമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണം. ഇതിപ്പോൾ പറയാൻ കാരണം എന്താ അറിയോ? ഒരു 2 ദിവസം മുമ്പാണ് എനിക്കൊരു കോള് വന്നത്. കോള് വന്നിട്ട് കരയാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ വിവാഹം കഴിച്ച് 3 മക്കളായിട്ടുണ്ട്. പക്ഷെ ഭർത്താവ് അതിനിടയിൽ മരിച്ചു. പിന്നീട് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു. മറ്റൊരു വ്യക്തിയുമായി ഈ സ്ത്രീ ഒരു ലിവിങ് ടുഗദർ എന്ന ആശയത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ആ സ്ത്രീക്ക് ഒരു 40, 45, 50 വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കൂടെ താമസിക്കുന്ന ആ വ്യക്തിക്ക് ആ സ്ത്രീയെ വേണ്ട. പക്ഷെ ആ സ്ത്രീക്കാണെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും. കാരണം ആശ്രയിക്കേണ്ട ഒരു ഘട്ടമെത്തി. ഏതൊരു വ്യക്തിക്കും ഇങ്ങനൊരു അവസ്ഥ വരാനുണ്ട്. നമ്മൾ എപ്പോഴും ഒരു യൗവനം, യുവത്വം എന്നൊരാശയത്തിൽ മാത്രമാണ് കഴിഞ്ഞുകൂടാൻ കഴിയുക. ആരോഗ്യം എപ്പോഴും ഒരുപോലെയാണ് ഉണ്ടാവുക. ആ സ്ത്രീക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, സകല അസുഖങ്ങളുണ്ട്. ഇപ്പൊ ചികിത്സിക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയാണ്. ഒരു കറിവേപ്പിലയുടെ അവസ്ഥയാണ് ഇപ്പൊ ആ സ്ത്രീക്ക്. ഇതാണ് ഇനിയുള്ള പല സ്ത്രീകൾക്കും വരാനുള്ളത്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ജീവിതത്തിലൂടെ നിങ്ങളെ മകളോ ഭാര്യയോ സഹോദരിയോ ഉമ്മയോ ജീവിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ആശയം മറ്റുള്ളവരോ സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ പ്രശ്നം, മറ്റുള്ളവരുമായിട്ടാണെങ്കിൽ പ്രശ്നമില്ല. ഇതെന്താ ആശയമാണ്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നവരല്ല എങ്കിൽ നിങ്ങളാണ് ഇവിടെ ഇരയായിട്ട് പോകുന്നത്. വെറും ലസ്റ്റിൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ ജീവിതം പോലെ നിങ്ങൾക്കും ഒരു ജീവിതം അനുഭവിക്കേണ്ടി വരും. കൂടെ ആരും ഉണ്ടാവില്ല. കരഞ്ഞു തീർക്കാനും വിളിച്ച് സംസാരിക്കാനും ഒരാളെ തേടിക്കൊണ്ടേയിരിക്കും, അത് മരണം വരെ. ഒരു കാര്യം അവസാനമായി പറയുകയാണ്, ചില തീരുമാനങ്ങൾ അത് ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കാനുള്ളതാണ്, ജീവിതകാലം മുഴുവനും അനുഭവിക്കാനുള്ളതാണ്. തീരുമാനിക്കുന്നതിന് മുമ്പ് 100 വട്ടമെങ്കിലും ചിന്തിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.